നെയ്യാറ്റിൻകര വെള്ളറടയിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിന് നേരെ ആക്രമണം. ബൈക്കിലെത്തിയ യുവാവ് ബസിന്റെ ഗ്ലാസ് കല്ലെറിഞ്ഞ് തകർത്തു. വെള്ളറട പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഇങ്ങനൊരു പ്രകോപനത്തിന് പിന്നിലുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷണത്തിൽ വിവരങ്ങൾ ലഭ്യമായോ? ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ പറയുന്ന ബസ് മാർത്താണ്ഡം ഡിപ്പോയിലെ ബസ്സാണ്. മാർത്താണ്ഡം നിന്ന് പനച്ചമുട്ട് ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സാണ്. സാധാരണ പനച്ചമുട്ട് ഭാഗത്ത് വന്ന് സർവീസ് നിർത്തിയ ശേഷം അവിടെ നിന്ന് പുനരാരംഭിക്കുകയാണ് പതിവ്. അങ്ങനെ ബസ് തിരിക്കുന്നതിനിടയിൽ ബൈക്കിലെത്തിയതായിരുന്നു യുവാവ്. ആ സമയത്ത് ഈ ബസിന്റെ മുന്നിൽ ഇദ്ദേഹം പെടുകയായിരുന്നു. തുടർന്ന് ബസ് ഡ്രൈവറും കണ്ടക്ടറുമായി ഇയാൾ വാക്കേറ്റത്തിലുണ്ടാവുന്നു. അവിടെ ചില അസഭ്യ വർഷങ്ങൾക്ക് ശേഷം ഇയാൾ കടന്നു കളയുകയായിരുന്നു. എന്നാൽ പ്രകോപിതനായ ഇയാൾ ഈ ബസ്സിന് മുന്നേ സഞ്ചരിച്ച് പുലൂർശാല എന്ന് പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ് ഈ പുലൂർശാല. അതിർത്തിയിൽ വെച്ച് തന്നെയാണ് ഈ പറയുന്ന ആക്രമണം നടത്തുന്നത്. ചുടുകല്ലുകൾ എടുത്ത് ഈ ബസ്സിന് നേരെ എറിയുകയായിരുന്നു. ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. ബസ്സിൽ 10-നകത്തുള്ള യാത്രക്കാർ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും തന്നെ പരിക്കുകളില്ല. അതേസമയം ഡ്രൈവർക്ക് നേരിയ ഒരു ചില്ല് വന്നു വീണ ഒരു ചെറിയൊരു പരിക്കൽ ഒഴിച്ചാൽ അത് സാരമായ ഒരു പരിക്കല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം വെള്ളറട പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. CCTVയിൽ എറിയുന്ന ദൃശ്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഈ പറയുന്ന ആക്രമിച്ച യുവാവിനെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഉദ്യമം. ഇതിനാൽ ആക്രമണത്തിന് ശേഷം പുലൂർശാല ഭാഗത്തേക്ക് തന്നെ കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വെള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹരി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 2 ആംഗിളിൽ നിന്നാണ് കാണുന്നത്. ഒന്ന് ബസ് വരുന്നതും 2 അയാൾ കല്ലെറിയുന്നതും. 2 ദൃശ്യങ്ങളും പ്രേക്ഷകരുടെ മുന്നിൽ വ്യക്തമാണ്. ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നതെന്നതും കാണാം. എന്തായാലും ഈ പ്രകോപനമാണ് ഈ ചുടുകല്ലുകൾ ബസ്സിന് നേരെ എറിയുന്നത്. ഫ്രണ്ടിലെ ഗ്ലാസ് മുഴുവൻ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം. ബസ് ഓടിക്കൊണ്ടിരിക്കവെയാണ് ആ വ്യക്തി ഫുട്പാത്തിൽ നിന്നുകൊണ്ട് ആ കല്ല് വലിച്ചെറിയുന്നതും മുന്നിലുള്ള ഗ്ലാസ് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കല്ലെറിഞ്ഞതോടുകൂടി തന്നെ കണ്ടക്ടറും ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇതാണ് ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ. ഉണ്ടായിരുന്ന പ്രകോപനവും അതുതന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ചുടുകല്ല് ഈ ബസ്സിന് നേരെ എറിയുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ഇയാൾ എത്രയും പെട്ടെന്ന് പിടികൂടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.